ഇന്ന് നമുക്കൊരു യാത്രാ വിവരണം കേട്ടാലോ. കഴിഞ്ഞ വെക്കേഷന് നാട്ടിൽ പോയപ്പം എനിക്കൊരു തോന്നല് ഇഷ ഫൗണ്ടേഷൻ കാണാൻ പോകണമെന്ന്. അവിടുത്തെ മഹാദേവന്റെ വലിയ സ്റ്റാച്യുവും ഒക്കെ ഫോട്ടോ കണ്ടപ്പം മനസ്സിൽ ഇങ്ങനെ കൊണ്ടു നടന്ന ആ ആഗ്രഹം, കോയമ്പത്തൂരിലുള്ള ഇഷ ഫൗണ്ടേഷനിൽ പോകണമെന്ന്. അപ്പോൾ കൊണ്ടുപോകാൻ ചിലപ്പം നാട്ടിലാരും കാണില്ല, പക്ഷെ എനിക്ക് പോവുകയും വേണം. അപ്പോൾ അവിടെ എത്തണമെന്നുള്ള ആഗ്രഹങ്ങൾ നമ്മൾ മനസ്സിൽ കൊണ്ടു നടന്നിട്ട് കാര്യമില്ല. സാഹചര്യം കിട്ടുമ്പോൾ, ആരോഗ്യം ഉള്ളപ്പോഴൊക്കെ നമ്മൾ പോകാൻ ഇഷ്ടമുള്ളിടത്തൊക്കെ പോകണ്ടേ. അതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് പറഞ്ഞു, നമുക്ക് ഇഷയിൽ ഒന്ന് പോയാലോ. പറഞ്ഞ ഉടനെ ഫ്രണ്ടും വരാൻ തയ്യാറായി. നമുക്ക് ഏത് യാത്രകളും എപ്പോൾ വേണമെങ്കിലും പോകാൻ പറ്റും. ആരെയും എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ എപ്പോഴും ഒറ്റയ്ക്ക് പോകുന്നതിലും നല്ലത് ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ, സംസാരിച്ചും അല്ലെങ്കിൽ ഒരു ധൈര്യവുമല്ലേ ഒരാളും കൂടെ കൂട്ടിനുണ്ടെങ്കിൽ. അങ്ങനെയാണ് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ പോയത്. പക്ഷെ ചങ്ങനാശ്ശേരിയിൽ നിന്ന് കോയമ്പത്തൂരിന് പോകണമെങ്കിൽ അത്ര പെട്ടെന്ന് നമുക്ക് ട്രെയിൻ കിട്ടിയെന്ന് വരില്ല. എന്തായാലും ആലോചിച്ചപ്പോൾ തന്നെ റെയിൽവേ സ്റ്റേഷനിൽ പോയി ടിക്കറ്റ് ബുക്ക് ചെയ്തു. ചങ്ങനാശ്ശേരിയിൽ നിന്ന് കോയമ്പത്തൂരിനുള്ള ടിക്കറ്റ് കിട്ടിയില്ല. ആലപ്പുഴയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ട്രെയിൻ കിട്ടി. ആ ട്രെയിനിൽ ഞങ്ങൾ AC കോച്ചിൽ സുഖയാത്ര വേണമെന്നുള്ള ആഗ്രഹത്തിൽ AC കോച്ചിൽ ഞങ്ങൾ രണ്ടുപേരും വെളുപ്പിനെ 6 മണിക്കാണ് ആ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ 6-ന് മുമ്പ് തന്നെ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ ചങ്ങനാശ്ശേരിയിൽ നിന്ന് ഞാനും ഫ്രണ്ട് ചെങ്ങന്നൂരിൽ നിന്നും വന്നു. അങ്ങനെ ഫ്രണ്ട് എന്നെയും കൂടെ പിക്ക് ചെയ്ത് ചങ്ങനാശ്ശേരി വന്ന് എന്നെ പിക്ക് ചെയ്ത് ഞങ്ങൾ ഒന്നിച്ച് അവളുടെ ഹസ്ബൻഡാണ് കൊണ്ടുവന്ന് ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ വിട്ടത്. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ ആ ട്രെയിനിൽ കയറി കോയമ്പത്തൂർ ഇറങ്ങി. പിന്നെ അവിടുന്ന് ഇഷയിൽ പോകുന്നത് എങ്ങനെയാണെന്ന് അത്ര തിട്ടമില്ല. പക്ഷെ ഗൂഗിൾ മാപ്പ് എന്ന് പറയുന്ന ഒരു കാര്യം എല്ലാവരുടെ കയ്യിലും ഉണ്ടല്ലോ. അത് നമ്മളെ ഇതുപോലുള്ള യാത്രകൾക്ക് കൂടുതൽ സഹായിക്കും. അങ്ങനെ ഗൂഗിളിൽ നോക്കി ഏതാണ് ആ പ്ലേസ് എന്ന് മനസ്സിലായി. അല്ലെ, അവിടെ നമ്മളെപ്പോഴും റെയിൽവേ സ്റ്റേഷനിലൊക്കെ ചെന്നിറങ്ങുവാണെങ്കിൽ പോലീസുകാരോട് ചോദിച്ചാൽ കറക്റ്റ് വിവരം കിട്ടും. 2 പേരോട് ചോദിച്ചോണം, ഒരാളോട് മാത്രമല്ല ഒരാളോടും കൂടെ ചോദിക്കാം. അപ്പോൾ എവിടെയാണ് ബസ് സ്റ്റോപ്പ്, എവിടുന്നാണ് ബസ് സ്റ്റോപ്പിലോട്ട് എങ്ങനെ പോകും എന്നല്ല വിശദമായി ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത ട്രെയിൻ കറക്റ്റ് 12 ആയപ്പോൾ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി. അവിടുന്ന് പോലീസുകാരോട് തന്നെ ചോദിച്ച് ഞങ്ങളൊരു ഓട്ടോയിൽ കോയമ്പത്തൂർ ബസ് സ്റ്റാൻഡിൽ ചെന്നു. അവിടെ ചെല്ലുമ്പോൾ ഇഷ്ടംപോലെ ബസ്സുകളുണ്ട്, ഇഷ 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 എന്നും പറഞ്ഞ്. ആ ബസ്സിൽ കയറിയാൽ 40 രൂപ കൊടുത്താൽ ഇഷ ഫൗണ്ടേഷനിൽ ചെല്ലാം. അങ്ങനെ അവിടെ ചെന്ന് ഓൺലൈനിൽ അവിടുത്തെ തന്നെ അക്കോമഡേഷൻ, അതായത് ഇതിനകത്ത് കുറേ അക്കോമഡേഷൻ ഉണ്ട്. വെറും 1000 രൂപയേ ഉള്ളായിരുന്നു ഒരു റൂമിന്. അപ്പം ഞങ്ങൾ ഓൺലൈനിൽ അക്കോമഡേഷൻ ബുക്ക് ചെയ്തതുകൊണ്ട് ആ ബുക്ക് ചെയ്തത് ഫോണിൽ കാണിച്ചു കൊടുത്തപ്പോൾ അതിനകത്ത് നമ്മളെ കയറ്റുകയും അവർ തന്നെ അവിടുത്തെ വണ്ടിയെ കൊണ്ടുവന്ന് അവിടെ ആക്കി തരികയും ചെയ്തു. എത്ര ശാന്തമായ അറ്റ്മോസ്ഫിയറാണ്. വീണ്ടും വീണ്ടും പോകാൻ തോന്നുന്ന ഒരു സ്ഥലമാണത്. അതായത് എവിടെ നോക്കിയാലും ആരെ നോക്കിയാലും എല്ലാവരും മെഡിറ്റേഷനിലിരിക്കുക, ഉറക്കെ സംസാരിക്കുന്നില്ല. അവിടുത്തെ ആ സറൗണ്ടിങ്സും അക്കോമഡേഷൻ തന്നെ വളരെ ക്വയറ്റാണ്. എല്ലാവരും എന്താ പറയുന്നത്, നമുക്ക് തന്നെ ഒരു ഭക്തി തന്നെ വന്നു പോകുന്ന ഇത്. പിന്നെ അതിനകത്തെ അമ്പലവും മെഡിറ്റേഷനിലിരിക്കുന്ന സ്ഥലവും എല്ലാം അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും നേരെ റൂമിൽ പോയി ഫ്രഷായി കുറച്ച് റെസ്റ്റ് എടുത്തു. വീണ്ടും ഈവനിങ്ങിൽ വന്നു. പക്ഷെ നമ്മുടെ അക്കോമഡേഷൻ റോഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡും ഇപ്പുറത്തെ സൈഡിലാണ് ആ വലിയ സ്റ്റാച്യു ഉള്ളത്. ഞങ്ങളങ്ങനെ ഈവനിങ്ങിൽ വന്ന സ്റ്റാച്യുവിൽ എന്നും വൈകിട്ട് ലേസർ ഷോ ഉണ്ട്. അപ്പം ഞങ്ങൾ അവിടുന്ന് നടക്കാൻ എനിക്ക് മടിയായിരുന്നു, പക്ഷെ എൻ്റെ ഫ്രണ്ട് സമ്മതിക്കുകയില്ല, നടന്നേ പറ്റൂ. അവൾ എന്നെയും കൊണ്ട് നടന്ന് അവിടെ ചെന്ന് ഞങ്ങൾ ആ സ്റ്റാച്യുവും ആ ലേസർ ഷോയും എല്ലാം കണ്ട് അവിടുന്ന് ഫുഡും ഉണ്ട്. 4 നേരം അവിടെ ഫുഡുണ്ട്. ഫുഡിന് നമ്മൾ പൈസയൊന്നും മുടക്കണ്ട, നല്ല ഫുഡ്, ഹെൽത്തി ഫുഡാണ് കിട്ടുന്നത്. അതുമൊക്കെ കഴിച്ച് ഫ്രൂട്ട്സും ഒക്കെ അവിടുന്ന് കിട്ടും. അപ്പോൾ വളരെ സന്തോഷമായിരുന്നു. മനസ്സ് തുറക്കാൻ പറ്റിയ, അല്ലെങ്കിൽ വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു ഫ്രണ്ടുമായിട്ട് ഉള്ള യാത്രയും പിന്നെ അവിടുത്തെ താമസവും അറ്റ്മോസ്ഫിയറും എല്ലാം കൂടെ അതും കണ്ട് പിറ്റേന്ന് രാവിലെയും നമ്മൾ അമ്പലത്തിലൊക്കെ പോയി തൊഴുത്, അതിനകത്ത് നല്ല അമ്പലമൊക്കെ ഉണ്ട്, തൊഴുത് ഞങ്ങൾ തിരിച്ച് രാത്രിയിൽ 9 മണിക്ക് സ്ലീപ്പർ കോച്ചിലാണ് ബസ്സാണ് തിരിച്ച് കിട്ടിയത്. അതിൽ രാത്രി 9 മണിക്ക് കയറി പിറ്റേന്ന് രാവിലെ വെളുപ്പിന് 4 ആയപ്പം ചങ്ങനാശ്ശേരിയിലെത്തി.
അങ്ങനെ ഒരു അനുഭവം 2 ദിവസം എടുത്ത് ഇഷ ഫൗണ്ടേഷനൊക്കെ കണ്ടു. എപ്പോഴും നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോകണമെങ്കിൽ കയ്യിൽ കാശ്, അത്യാവശ്യം സംസാരിക്കാൻ ലാംഗ്വേജ്, ആരോഗ്യം, ഈ 3 കാര്യം, കുറച്ച് ബുദ്ധിയും വേണം. ഇതുപോലുള്ള യാത്രകൾ പോകുമ്പോൾ നമ്മളെ ഒന്നും ഒരു ബുദ്ധിമുട്ടിലോ ഒരു ഇതിലോ ഒന്നും ചെന്ന് ചാടാതെയൊക്കെ ഇരിക്കാനായിട്ട് കുറച്ച് ബുദ്ധിയും, ഈ 4 കാര്യം ഉണ്ടെങ്കിൽ ആർക്കും എവിടെയും ഇപ്പോൾ യാത്ര ചെയ്യാവുന്ന ഒരു സന്ദർഭമാണ്. ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ലേഡീസ് തന്നെയാണെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പോകാം. അങ്ങനെ ഞാൻ ഇഷ ഫൗണ്ടേഷനിൽ പോയി കണ്ട് എല്ലാം വന്നു. നിങ്ങൾ എല്ലാവരും പോയി ഒന്ന് മനസ്സിലാക്കേണ്ട കാര്യമാണത്.